എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 21st സെഞ്ച്വറി സ്കില്ലാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളതും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ഒരു ബിസിനസ് ഇൻകം വർദ്ധിപ്പിക്കണോ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ മാത്രമേ പറ്റൂ. അതുപോലെ നിങ്ങൾക്ക് ഒരു ജോബ് വേണോ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി. അപ്പം അങ്ങനെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സ്കില്ല് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസാണ്. ഞാൻ ഈ ഫീൽഡിൽ ഒരു 20 വർഷമായി 50 crore ഞാൻ ഡിജിറ്റലി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2500 സ്റ്റുഡൻസിന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലണ്ടനിൽ ചെയ്തതാണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ഏജൻസികൾ ഈ ഫീൽഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനാലിസിസിൽ ഒട്ടുമിക്കവർക്കും പരാജയമാണ് ഈ സെക്ടറിൽ. അപ്പം നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസാണ് ശരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ വരാൻ താല്പര്യമുള്ളവരാണോ, നിർബന്ധമായും ഈ വീഡിയോ കാണാം. ഓക്കെ, കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇനി ഇപ്പം നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആ ടേമിൽ തന്നെയുണ്ട് ഡിജിറ്റലും ഉണ്ട് മാർക്കറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ടെക്നോളജി നിങ്ങൾ ഇഷ്ടപ്പെടണം. അതാണ് ഡിജിറ്റൽ. നിങ്ങൾക്ക് ടെക്നോളജി ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരുപാട് ടൈം കമ്പ്യൂട്ടറിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, മൊബൈലിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ അറിയാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ബോറടിക്കുകയാണ് കുറേ നേരം കമ്പ്യൂട്ടറിൽ ഇരിക്കുമ്പോൾ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾക്ക് പറ്റിയ ഫീൽഡല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതൊരു മാർക്കറ്റിംഗ് ആണ്. 100% മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഇഷ്ടമല്ല, നിങ്ങളിവിടെ ജോയിൻ ചെയ്യരുത്, നിങ്ങൾ ഈ ഫീൽഡ് ചൂസ് ചെയ്യരുത്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരു ആവേശത്തിൽ പഠിക്കുന്നു, 2 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ബോറടിക്കുകയാണ്. കാരണം അവർക്ക് മാർക്കറ്റിംഗ് താല്പര്യമില്ല. ഇത് 100% മാർക്കറ്റിംഗ് ആണ്. ഇവിടെ നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ടെക്നോളജീനെയും ഇഷ്ടപ്പെടണം മാർക്കറ്റിങ്ങും ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഫീൽഡ് ഇതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അല്ലേ, നിങ്ങളിതിന് ജോയിൻ ചെയ്യരുത്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, നിങ്ങൾക്ക് കരിയറിൽ സക്സസ് ആവാൻ പറ്റില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മേഖലയിൽ സക്സസ് ആവണം, നല്ല ജോബ് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ഓണറാണ്, നിങ്ങളുടെ ബിസിനസ് ഇൻകം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ചെയ്ത് ഒരുപാട് ബിസിനസ് ജനറേറ്റ് ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ സ്കില്ലും ഉണ്ടായാലാണ് നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ വെബ്സൈറ്റിനെ കുറിച്ച് അറിവുണ്ടാവണം, സെർച്ച് എഞ്ചിനെ കുറിച്ച് അറിവുണ്ടാവണം, സോഷ്യൽ മീഡിയനെ കുറിച്ച് അറിവുണ്ടാവണം, ഗൂഗിൾ ആഡ്സ് പെയ്ഡ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിവുണ്ടാവണം, ഇമെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് അറിവുണ്ടാവണം, CRM കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വരുന്ന ഡേറ്റകൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യണം, നമുക്ക് വരുന്ന ഡേറ്റകൾ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്യണം, അത് മോണിറ്റർ ചെയ്യണം. അതൊക്കെ CRM വഴിയാണ്. അതുപോലെ ഹബ്സ്പോട്ട് എന്ന് പറഞ്ഞ ഒരു ലീഡിങ് CRM സോഫ്റ്റ്വെയർ ആണ്. ഇങ്ങനത്തെ CRM സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കണം. അതുപോലെ ഓട്ടോമേഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളതാണ് AI ടൂൾസുകൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് ഡേറ്റ അനാലിസിസ് സ്കില്ല് വേണം, അനലിറ്റിക്കൽ സ്കില്ല് വേണം. അതായത് എക്സൽ, പവർ ബി അങ്ങനത്തെ സ്കില്ല് വേണം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെയിൽസിലുള്ള സ്കില്ല് വേണം. നിങ്ങൾക്കിപ്പോൾ ഒരു എൻക്വയറി വന്നു, ആ എൻക്വയറീനെ നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് കൺവേർട്ട് ആക്കാനുള്ള ഒരു സ്കില്ല് വേണം. ഇങ്ങനത്തെ അതുപോലെ തന്നെ ഡിസൈനിനെ കുറിച്ചിട്ടൊരു സ്കില്ല് വേണം. അതുപോലെ തന്നെ എഡിറ്റിംഗ്, ഫോട്ടോഷോപ്പ്, വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു സ്കില്ല് വേണം. ബാനർ ഡിസൈനിനെ കുറിച്ചുള്ള സ്കില്ല് വേണം. ഇ കൊമേഴ്സിനെ കുറിച്ചിട്ടുള്ള സ്കില്ല് വേണം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ ഷോപ്പിഫൈ.
അതേപോലെ കണ്ടന്റ് റൈറ്റിങ്ങിനെ കുറിച്ച് സ്കില്ല് വേണം, ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സ്കില്ല് വേണം. ഇത്തരമൊക്കെ സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ മേഖലയിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ സക്സസ് ആവാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഒരു സ്കില്ലുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് 21st സെഞ്ച്വറിയിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നല്ല കരിയറും കിട്ടുള്ളൂ, നല്ല ജോബും കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട സ്കില്ലെന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം. ഇതിൽ എന്നും ഒരുപാട് ചേഞ്ചസ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വേണം. പുതിയ പുതിയ നോളജുകൾ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള സ്കില്ല് വേണം. എന്നാൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് സർവേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എവറി ഡേ ലോട്ട് ഓഫ് ന്യൂ തിങ്സ് ആർ കമ്മിങ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അടുത്ത പ്രധാനപ്പെട്ട സ്കില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് ഫുള്ളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. ചിലവരുണ്ട്, ഞാനൊരു കുറച്ച് പ്രൊമോഷൻ ചെയ്യും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ കഴിയുമ്പോൾ നിങ്ങൾ ഫീൽഡിൽ നിന്ന് ഔട്ടാവും. നിങ്ങൾ 100% ഇതിൽ ഡെഡിക്കേറ്റ് ആവണം. അതാണ് ഫുള്ളായിട്ട് നിങ്ങളിതിൽ ഡെഡിക്കേറ്റ് ചെയ്താലാണ് നിങ്ങൾക്കിതിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തെന്ന് പറയുന്നത് ഫോക്കസ് ഓൺ റിസൾട്ട്. ഞാൻ ഒരുപാട് കരിയറിൽ വന്നപ്പോഴും ഇപ്പോഴായാലും എല്ലാവരുടെയും വിചാരം ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആഡ് ചെയ്യുക, കുറച്ച് സോഷ്യൽ മീഡിയ ചെയ്യുക, കുറച്ച് ബാനർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് ക്ലിക്കുകൾ ഉണ്ടാക്കുക, കുറച്ച് എൻക്വയറി ജനറേറ്റ് ചെയ്യുക, ഇത്രേ ഉള്ളൂ ഡിജിറ്റൽ മാർക്കറ്റർ എന്നാണ്. ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് നിങ്ങൾക്ക് ഇനി സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഷൈൻ ചെയ്യാൻ പറ്റില്ല. ഫോക്കസ് ഓൺ റിസൾട്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര എൻക്വയറി വന്നു, അതിൽ നിന്ന് എത്ര കൺവേർഷൻ വന്നു, അതിൽ നിങ്ങൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു, എത്രയാണ് നിങ്ങളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിലെല്ലാത്തിലും നിങ്ങൾ ഇൻവോൾവ് ആവണം. ഇതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കൊടുക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമാണ് ഇതിൽ ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. എൻ്റെ റെസ്പോൺസിബിലിറ്റി ആഡ് ചെയ്യാന്നുള്ളതാണ്. എനിക്കതിന് എത്ര ക്ലിക്ക് കിട്ടി, എൻക്വയറി കിട്ടുന്നുള്ളും, ഇറ്റ് ഈസ് നോട്ട് മൈ റെസ്പോൺസിബിലിറ്റി. എങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് റോങ് ആണ്. ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എൻക്വയറി കൊണ്ടുവരിക. ആ കൊണ്ടുവന്നിരിക്കുന്ന എൻക്വയറി കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അതിൽ കൺവേർഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കണം, അത് ഒപ്റ്റിമൈസ് ചെയ്യണം. അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പോസിറ്റീവ് ആക്കണം. ഇത് എല്ലാം ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്ത പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലൈസ് ഇൻ എനി പർട്ടിക്കുലർ വെർട്ടിക്കൽ. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർ എല്ലാതരം ക്ലയൻറ്റുകൾക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യും. അത് നിങ്ങൾ ചെയ്യരുത്. ആഫ്റ്റർ സം പോയിൻ്റ് ഓഫ് ടൈം നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടാണ്. എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. ഞാനൊരു എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഡോപ്റ്റിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതായത് ഞാൻ എഡ്യൂക്കേഷൻ ക്ലയൻറ്റുകൾക്ക് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത എല്ലാം എഡ്യൂക്കേഷൻ ക്ലയൻ്റാണ്. എനിക്കൊരു സ്വന്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതാണ് ഇൻ്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. അതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ഞാൻ 24/7 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതും അങ്ങനത്തെ സർവീസുകളാണ് ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റിയത്. കാരണം ഞാൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, CRM, LMS, ഡേറ്റ അനാലിസിസ്, അങ്ങനെ എല്ലാം ചെയ്യും. ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഒരു എഡ്യൂക്കേഷൻ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് 1 മില്യൺ എൻക്വയറി ജനറേറ്റ് ചെയ്തത്, 40,000 അഡ്മിഷൻസ് എടുത്തത്, അല്ലെങ്കിൽ 100 crore ഇൻകം ജനറേറ്റ് ചെയ്തത്. ഇപ്പം നമ്മുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻ്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. ഞാൻ ആ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാനൊരു എക്സ്ക്ലൂസീവ് മൊബൈൽ ആപ്പ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനുള്ള ഒരു മൊബൈൽ ആപ്പ് ഇന്ത്യയിൽ തന്നെ ആദ്യം ഉണ്ടാക്കുന്നത് ഞാനാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്മിഷൻസ് ഞാൻ വേൾഡ് വൈഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്മിഷൻ USA, UK, ഓസ്ട്രേലിയ, അല്ലെങ്കിൽ സിംഗപ്പൂർ, ജർമ്മനി, അയർലൻഡ്, ഇവിടെയൊക്കെ ഞാൻ MSc MBA ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലണ്ടനിൽ പഠിച്ചതാണ്. അപ്പം ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പുതിയ പുതിയ ഫീച്ചറുകളും പ്രൊഡക്റ്റുകളും ആഡ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഞാനൊരു എക്സ്ക്ലൂസീവ് ജോബ് സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ILTjobs.com എന്ന് പറയുന്നത്. അത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ജോബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളായാലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെർട്ടിക്കലിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റുകൾക്ക് വേണ്ടി മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ ഭയങ്കര എക്സ്പെർട്ട് ആവും. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റ്, ഒരു റിയൽ എസ്റ്റേറ്റ് ഓണർ ഉണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളെ തേടി വരും. കാരണം നിങ്ങൾക്ക് അതിന് മാത്രം ഇൻസൈറ്റ് ഉണ്ടാവും.
അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പലതരം പ്രൊഡക്റ്റുകളോ സർവീസുകളോ ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു സെക്ടറിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുക, അവിടെ ക്വാളിറ്റി എൻക്വയറി ജനറേറ്റ് ചെയ്യുക, അവിടെ അത് കൺവേർഷൻ വരുത്താൻ നോക്കുക, അത്രയും അതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ നോക്കുക. അടുത്ത പ്രധാനപ്പെട്ടതാണ് നെറ്റ്വർക്കിംഗ്. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വിജയിക്കണോ, നിങ്ങൾ ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടാക്കുക, അതുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽസായിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കുക. അതൊരു സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊരു സോഫ്റ്റ്വെയർ എൻജിനീയറിങ് കൈൻഡ് ഓഫ് ജോബ് അല്ലത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, കാരണം അവർക്ക് അവരുടെ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണം, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കണം, പലവരായിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കണം, പലവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ പറ്റുമോ. അതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കുള്ളൂ, ഞാൻ കുറച്ച് SEO ചെയ്യും, കുറച്ച് ഗൂഗിൾ ആഡ് ചെയ്യും, എനിക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 21st സെഞ്ച്വറിയിൽ ഡിജിറ്റൽ മാർക്കറ്ററിലായിട്ട് വിജയിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകും. അതുകൊണ്ട് നെറ്റ്വർക്കിംഗ് സ്കില്ല് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. നിങ്ങൾ നല്ലൊരു പേഴ്സണൽ ബ്രാൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നല്ല പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ ഭയങ്കര ആക്റ്റീവ് ആവണം. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളെക്കുറിച്ച് നല്ല നല്ല വീഡിയോസ് ഉണ്ടാക്കണം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആവണം, ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആവണം. കാരണം നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ്. നിങ്ങൾക്ക് നല്ല വീഡിയോ ചെയ്യാനുള്ള സ്കില്ല് വേണം, യൂട്യൂബിൽ സ്കില്ല് വേണം. ഇങ്ങനത്തെയൊക്കെ എല്ലാ സ്കില്ലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും യൂട്യൂബിൽ ഇൻസ്റ്റയിലും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നല്ല വീഡിയോസുകൾ ഉണ്ടാക്കണം, റീൽസുകൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിനെയൊക്കെ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ ഓക്കെ, ഇന്ന ആളാണ് റിയൽ എസ്റ്റേറ്റിൽ ഡിജിറ്റൽ മാർക്കറ്റർ. എഡ്യൂക്കേഷൻ സെക്ടറിലാണെങ്കിൽ ഇന്ന ആളായിട്ട് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഡിജിറ്റൽ മാർക്കറ്റർ. അപ്പോൾ അങ്ങനെ അറിയപ്പെടണമെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം. അപ്പോൾ അതിൽ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ കണ്ടിന്യൂസ് നിങ്ങളുടെ സെക്ടറിലുള്ള വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്ന വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യുക. അത് കണ്ട് എല്ലാവരും ഓക്കെ, ഒരുപാട് ടോപ്പിക്കുകൾ കിട്ടുകയും നിങ്ങൾക്ക് ഒരുപാട് ഫോളോവർ കിട്ടുകയും, അതേപോലെ ഇൻസ്റ്റയിലായാലും നിങ്ങൾക്ക് ഒരുപാട് ഫോളോവർ വരും, ലിങ്ക്ഡിനിലായാലും കുറേ ഫോളോവർ വരും, യൂട്യൂബിലായാലും കുറേ സബ്സ്ക്രൈബർ വരും, കുറേ പേര് നിങ്ങൾ അറിയപ്പെടും. അങ്ങനെ അറിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ പറ്റും. ക്ലിയറായോ? അപ്പോൾ ഇത്തരം സ്കില്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഈ മേഖലയിൽ. അതായത് എന്തെങ്കിലും കുറച്ച് ചെയ്ത് എനിക്ക് കുറച്ച് സോഷ്യൽ മീഡിയ അറിയാമെന്നും പറഞ്ഞ് കുറച്ച് ബാനർ ഡിസൈനൊക്കെ അറിയാമെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതിൽ കരിയറിൽ സ്കോപ്പില്ല. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ചോദിക്കാം. ഞാൻ ഡെഫിനറ്റ്ലി ഐ വിൽ റിപ്ലൈ. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പോയിന്റ്, സപ്പോസ് ഐ മിസ്ഡ്, നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് ഇവിടേക്ക് ആഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് കമൻറ്റിൽ അറിയാം ഈ പോയിന്റ്. അപ്പോൾ എല്ലാവർക്കും അറിയട്ടെ ഇതിനെക്കുറിച്ച്. ദിസ് ഈസ് ദ ഫാക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇതാണ് ഒരു 2025 നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റർ ആവണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. അതാണ് ഞാൻ ബേസിക്കലി ഈ വീഡിയോനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഇറ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.